Hi everyone, Appleby Academyയുടെ പേപ്പർ 1 മോഡൽ എക്സാം സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന മൊഡ്യൂളിൻ്റെ ടെസ്റ്റ് പേപ്പർ എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ഒരു ടെസ്റ്റ് പേപ്പറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. സോ നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ടെസ്റ്റ് പേപ്പർ ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? LMS പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ ഈ ഒരു സീരീസിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മളുടെ മലയാളം യൂട്യൂബ് ചാനൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ആ വീഡിയോ കണ്ട് കൃത്യമായി ഈ സീരീസിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിക്കാവുന്നതാണ്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന മൊഡ്യൂൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ പല തരത്തിലുള്ള ആസ്പെക്ട്സ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ടോപ്പിക്സ് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുണ്ട്. ലെറ്റ്സ് സേ ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം തുടങ്ങി ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന പുതിയ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് വരെ പഠിക്കേണ്ടുന്ന ഒരു മൊഡ്യൂളാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഏരിയാസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. പൊതുവേ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളൊക്കെയാണ് നമുക്ക് തോന്നിയേക്കാം, എങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ കൃത്യമായി ഈ മൊഡ്യൂളിൽ കവർ ചെയ്യേണ്ടുന്ന ഏരിയാസിനെ കുറിച്ച് വ്യക്തമായൊരു ഐഡിയ ഉണ്ടെങ്കിൽ കൃത്യമായൊരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ട് ഇതിനകത്ത് ഏരിയാസ് കവർ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു മൊഡ്യൂൾ ടാക്കിൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. സോ നമ്മുടെ ടെസ്റ്റ് പേപ്പറിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. സോ ആ 30 ക്വസ്റ്റ്യൻസിൻ്റെയും എക്സ്പ്ലനേഷൻ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറേ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ഈ ഒരു ഏരിയ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. So first question goes like this: the NEP 2020 proposes to prepare which of the curriculum frameworks? And you have the options: National Curriculum Framework for School Education, National Curriculum Framework for Adult Education, National Curriculum Framework for Teacher Education, National Curriculum Framework for Technical Education, and finally National Curriculum Framework for Vocational Education. So basically ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി നിങ്ങൾ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന NTA UGC നെറ്റ് എക്സാം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പല ഷിഫ്റ്റുകളിലായി പല രീതിയിൽ പല ഏരിയാസിൽ നിന്ന് ഈ പെർട്ടിക്കുലർ ടോപ്പിക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന ടോപ്പിക്കിനെ അവർ കവർ ചെയ്യുകയും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ടെസ്റ്റ് പേപ്പറിലും നിങ്ങൾക്ക് LMSൽ ഓൾറെഡി നിങ്ങൾ ടെസ്റ്റ് ചെയ്തവരാണ്. സോ നമ്മളുടെ ടെസ്റ്റ് പേപ്പറിലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ആ ഒരു ടെസ്റ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? NEP 2020 പ്രപ്പോസ് ചെയ്യുന്ന കരിക്കുലം ഫ്രെയിംവർക്സ് ഏതൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 3 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത്. സോ ആ 3 കരിക്കുലം ഫ്രെയിംവർക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. So here you have the first one, that is National Curriculum Framework for School Education. So school educationുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്ന കരിക്കുലം ഫ്രെയിംവർക്ക് ആണ് NCFSE അഥവാ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. സോ ഈ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 രേഖപ്പെടുത്തിയിരിക്കുന്ന സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസിനെ കൃത്യമായി ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഈ NCFSE എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർടേക്കൻ ബൈ ദി NCERT. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഫ്രെയിംവർക്കിൻ്റെ ഫുൾ ഫോം ഓർക്കുക, ഇതെന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു നോക്കുക. അതോടൊപ്പം തന്നെ ഈ ഫ്രെയിംവർക്ക് അണ്ടർടേക്കിംഗ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫ്രെയിംവർക്ക് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്, നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. സോ രണ്ടാമതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കരിക്കുലർ ഫ്രെയിംവർക്ക് NCFTE, നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് രണ്ടാമതായി NEP 2020യുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. സോ NCFTE എന്ന് പറയുന്ന ടേം നിങ്ങൾ ഓർക്കുക, അതിൻ്റെ എക്സ്പാൻഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഫ്രെയിംവർക്ക് വാസ് ഫോർമുലേറ്റഡ് ബൈ ദി NCTE. NCTE ആണ് ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഓർക്കുക.
പക്ഷേ ഇൻ കൺസൾട്ടേഷൻ വിത്ത് NCERT. NCERTയുടെ കൺസൾട്ടേഷനോട് കൂടി NCTE ആണ് ഈ ഒരു ഫ്രെയിംവർക്ക് NCFTE അഥവാ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. So here we are going to the third national curriculum framework, that is adult education curriculum framework. So adult educationുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് കൂടി ഈ NEP 2020യുടെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. And this is developed by a new well-supported constituent body of the NCERT that is dedicated to adult education so as to develop synergy with and build upon NCERT's existing expertise in establishing outstanding curricula for literacy, numeracy, basic education, vocational skills and beyond. So basically ഈ ഒരു അഡൽട്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കരിക്കുലം ഫ്രെയിംവർക്ക് നിങ്ങൾ പരിശോധിച്ചാൽ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദിസ് ഈസ് ബേസിക്കലി കമ്മിങ് അണ്ടർ ദി NCERTയുടെ അണ്ടറിലാണ് ഇത് വരുന്നതെന്ന് ഓർക്കുക. ആൻഡ് ഓൾസോ ഇതിനകത്തൊരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബേസിക്കലി ഒരു 5 തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഈ പറയുന്ന അഡൽട്ട് എഡ്യൂക്കേഷന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കരിക്കുലം ഫ്രെയിംവർക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ലിറ്ററസി ആൻഡ് ന്യൂമറസി ഉണ്ട്, ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ട്, വൊക്കേഷണൽ സ്കിൽസ് ഉണ്ട്, അതിനുശേഷമുള്ള ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇങ്ങനെ പല തലങ്ങളിലുള്ള പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കരിക്കുലമാണ് അഡൽട്ട് എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആണ്, സിമ്പിൾ ആണ്. NEP 2020 proposes to prepare which of the curriculum frameworks? ഏതൊക്കെ കരിക്കുലർ ഫ്രെയിംവർക്ക്സ് ആണ് NEP 2020 പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ. നമുക്കപ്പോൾ 3 മേഖലകളാണ് നമ്മൾ അതിനകത്ത് കണ്ടത്: സ്കൂൾ എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ഫൈനലി അഡൽട്ട് എഡ്യൂക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാം? നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ, നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ അഡൽട്ട് എഡ്യൂക്കേഷൻ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. സോ ABC എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. So ABC only is option C. So the right answer for this question is obviously option C. Moving to the next question. As per NEP 2020, the responsibility to develop adult educator framework has been given to which one of the following organizations? So മുമ്പേ നമ്മൾ മുമ്പേ പഠിച്ച അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിതും. അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, NEP 2020യുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട കരിക്കുലർ ഫ്രെയിംവർക്ക്സ് ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രൂപം കൊള്ളാനായിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു. സോ അതിനകത്ത് അഡൽട്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കരിക്കുലം ഫ്രെയിംവർക്ക് അത് ആരാണ്, ഏത് ഓർഗനൈസേഷനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ തന്നെ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് NCERT. നമ്മൾ ഓൾറെഡി അത് അവിടെ കണ്ടതാണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ D. Next question. What does NIRF stand for? And we have the options: National Institute of Ranking Federation, National Institute of Ranking Framework, National Institutional Ranking Framework, and finally National Institutional Ranking Federation. So NIRF എന്ന് പറയുന്ന ടേം അത് എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് NIRF എന്ന് നോക്കാം, അതിനുശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ NIRF stands for the National Institutional Ranking Framework. So ആ ഒരു expansion is very important. National Institutional Ranking Framework. So what do you mean by this National Institutional Ranking Framework? It is a methodology adopted by the Ministry of Education, Government of India to rank institutions of higher education in India. So basically ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റാങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് NIRF. സോ ഇതിൻ്റെ റാങ്കിങ് ഒക്കെ നമുക്ക് ഓരോ വർഷവും കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അവരുടെ സൈറ്റ് പരിശോധിച്ചാൽ ഓരോ വർഷവും അത് പല കാറ്റഗറീസ് ആയിട്ടുണ്ട്. ഓവറോൾ റാങ്കിങ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള റാങ്കിങ് ഉണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഈ NIRF റാങ്കിങ്സ് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലൂടെ ലഭ്യമാകുന്നതായിരിക്കും. സോ ഇത് ബേസിക്കലി എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് ഒരു പരിധിവരെ നല്ലൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഡേറ്റ്സ് അല്ലെങ്കിൽ ഇതൊക്കെ വന്നിട്ടുള്ള ഇയർ ഏതാണ് അല്ലെങ്കിൽ ഇത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഇയർ ഏതാണെന്നുള്ള രീതിയിലും ഹയർ എഡ്യൂക്കേഷനിലെ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇയേഴ്സ് ഒക്കെ നിങ്ങൾക്കൊന്ന് ഓർത്ത് വെക്കാനായിട്ട് സാധിച്ചാൽ that would be really nice. So the framework was approved by the MHRD and launched by Minister of Human Resource Development on 29 September
2015. അപ്പോൾ 29 സെപ്റ്റംബർ 2015 ബേസിക്കലി ഈ ഒരു ഫ്രെയിം വർക്ക് അപ്രൂവ് ചെയ്യപ്പെടുകയും അത് പിന്നീട് ലോഞ്ച് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഡേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, വാട്ട് ഡസ് NIRF സ്റ്റാൻഡ് ഫോർ? സോ നിങ്ങൾ ഓൾറെഡി ആ ഒരു എക്സ്പാൻഷൻ എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ദാറ്റ് ഇസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ranking framework. That is option C. So the right answer for this question is obviously option C. Moving to the next question. University of the ancient period which has been declared by UNESCO as a heritage site is. So already ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബുദ്ധികളെ കുറിച്ച് നമ്മൾ നോക്കിയാൽ പല തരത്തിലുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയാസ് ആണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദി ഏൻഷ്യൻറ്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പം ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം തുടങ്ങി ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസും ഇനിഷ്യേറ്റീവ്സും വരെ ഹയർ എഡ്യൂക്കേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഏൻഷ്യൻറ്റ് പീരീഡിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. അതായത് ആ രീതിയിൽ ആ ഒരു ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ മേഖലയിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് നെറ്റ് എക്സാമിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഏൻഷ്യൻറ്റ് പീരീഡിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ബേസിക്കലി 2 യൂണിവേഴ്സിറ്റീസ് ആണ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് പരിശോധിച്ചാൽ ഇതിനകത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ആ 2 യൂണിവേഴ്സിറ്റീസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സും കൂടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും. സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വൺ ഇസ് Takshashila, which is also known as Takshashila, and this is basically located at Takshashila, an ancient Indian city which is now in northwestern Pakistan. So ഇത് ancient ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു കറൻ്റ്ലി ഈ ഒരു സ്ഥലം എവിടെയാണ്? നോർത്ത് വെസ്റ്റേൺ പാകിസ്ഥാനിലാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി, ഗുപ്ത പീരീഡിലെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. സോ നമ്മൾ ഈ ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെ എംഫസൈസ് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായിട്ടുള്ള ചില സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകളുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോഴും അവർക്ക് പ്രാധാന്യമില്ല, അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ട് അവരുടെ കോഴ്സായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർ അറിയപ്പെട്ടത് ഏത് കോഴ്സിൻ്റെ പേരിലായിരുന്നു, അല്ലെങ്കിൽ അവർ എന്ത് സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകളാണ് അവർ ബേസിക്കലി കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇപ്പോൾ ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു പേഴ്സ്പെക്റ്റീവ് അതാണ്. അതിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ രീതിയിൽ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ തക്ഷശില യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് യൂണിവേഴ്സിറ്റി വാസ് വെൽ നോൺ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ. സോ മറ്റ് മേഖലകളിലും അല്ലെങ്കിൽ മറ്റു കോഴ്സുകളും അവർ കൊടുത്തിരിക്കുന്നത് ലൈക്ക് ഏൻഷ്യൻ സ്ക്രിപ്ചേഴ്സ്, ലോ, ആസ്ട്രോണമി, മിലിറ്ററി സയൻസ്, പിന്നെ ആർട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ. സോ നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു? യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന് ഓപ്ഷൻസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഇവിടെ കണ്ട തക്ഷശില യൂണിവേഴ്സിറ്റി വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് 1980 യുനെസ്കോ ഡിക്ലെയർ ചെയ്യുന്നത്. സോ ദിസ് ഇയർ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് വർഷമാണെന്ന് ഓർത്തിരിക്കുക. സോ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റി തക്ഷശില യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് ദാറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ 1980. ഇനി രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നളന്ദ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, നളന്ദ യൂണിവേഴ്സിറ്റി വാസ് എ സെൻറ്റർ ഓഫ് ലേണിംഗ് ഫ്രം ദ 5th century CE to 12th century CE, located in present day Rajgir, Bihar, ഇന്ത്യ. സോ ഇപ്പോഴത്തെ നമ്മുടെ ബീഹാറിൽ ആണ് ബേസിക്കലി ഈ ഒരു ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്തിരുന്നത്. 5th century ഈ നളന്ദ യൂണിവേഴ്സിറ്റി അതിൻ്റെ കോഴ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് 5th century. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മുടെ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൽ ചോദിച്ചിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റി ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത് എന്നൊരു ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ ഷിഫ്റ്റ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ. ഓക്കെ, അപ്പം ഈ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് എന്തൊക്കെ കോഴ്സസ് ആയിരുന്നു അവർ പഠിച്ചിരുന്നത്? ദേ ഹാവ് സ്റ്റഡീഡ് ദ വേദാസ് ആൻഡ് വെർ ഓൾസോ ട്രെയിൻഡ് ഇൻ ഫൈൻ ആർട്സ്, മെഡിസിൻ, മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, പൊളിറ്റിക്സ് ആൻഡ് ദി ആർട്ട് ഓഫ് വാർഫെയർ. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നളന്ദ യൂണിവേഴ്സിറ്റിയാണ് രണ്ടാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു. അതെന്താണ് സംഭവിച്ചത്? ദാറ്റ് വാസ് ഹാപ്പൻ ഇൻ 2009.
2009 നളന്ദയെ യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അംഗീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സും കൂടി ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 7th century CE നളന്ദയിൽ ചില ചൈനീസ് സ്കോളേഴ്സ് അവർ വിസിറ്റ് ചെയ്യാനായിട്ട് ഇടയായിത്തീരുന്നു. ഐക്കിങ് ആൻഡ് സൂൺസാൻ ഇവർ ഈ പറയുന്ന നളന്ദ യൂണിവേഴ്സിറ്റി അവർ വിസിറ്റ് ചെയ്യുകയും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. സോ ഈ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ എക്സാമിൽ ഈ പേരുകൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് സ്കോളേഴ്സ് വന്ന് സന്ദർശിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് വർഷമാണ് അവർ അങ്ങനെ ഒരു വിസിറ്റ് നടത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പല രീതികളിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോയിന്റ് ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ പഠന സമയത്ത് ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ എൻട്രൻസ് എക്സാംസ് നമുക്ക് ഇതൊരു പുതിയ കാര്യമല്ല. എൻട്രൻസ് എക്സാംസിലൂടെയാണ് ബേസിക്കലി നളന്ദ യൂണിവേഴ്സിറ്റി അവരുടെ അഡ്മിഷൻസ് എടുത്തിരുന്നത്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസിൽ എൻട്രൻസ് എക്സാംസ് കണ്ടക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്തിരുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ തീർച്ചയായിട്ടും അതും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ചില ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് അല്ലെങ്കിൽ ഹെറിറ്റേജ് സൈറ്റുകളായി യുനെസ്കോ അംഗീകരിച്ചിരിക്കുന്ന ഏൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന് ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് മാത്രമാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ്? തക്ഷശില ആൻഡ് നളന്ദ, ഡി ആൻഡ് ഇ ആണ് ഓപ്ഷൻ. സോ ഈ രണ്ട് യൂണിവേഴ്സിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഡി ആൻഡ് ഇ only. D and E only is option D. So the right answer for this question is obviously option D. Moving to the next question, the first education commission in independent India is, and we have the option Secondary Education Commission, the Education Commission, University Education Commission and National Knowledge Commission. So ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻസും കമ്മിറ്റീസും ഹയർ എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് അതിനെ ഈ ഒരു രീതിയിൽ, അതായത് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഈ പ്രീ ഇൻഡിപെൻഡൻസ് എറയിലും അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് എറയിലും ഉണ്ടായിരുന്ന കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്നുള്ള രീതിയിൽ അത് പഠിക്കാനായിട്ട് സാധിച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ അതിനകത്ത് പഠിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏതൊക്കെ കമ്മീഷൻസ് ആണ് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുക. കൃത്യമായിട്ട് ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ അത് പഠിക്കാനായിട്ട് സാധിച്ചാൽ ദാറ്റ് വുഡ് ബി റിയലി നൈസ്. നിങ്ങൾക്ക് ആ ഇയേഴ്സ് ഓർത്ത് വെക്കാനായിട്ട് സാധിച്ചാൽ അതും വളരെ നല്ലതാണ്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. സീക്വൻസ് ചെയ്യാനായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ടെസ്റ്റ് പേപ്പറിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സീക്വൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ ആ ഡിഫറെൻറ്റ് കമ്മിറ്റീസ് അല്ലെങ്കിൽ കമ്മീഷൻസ് പഠിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇൻഡിപെൻഡൻസിന് മുമ്പുള്ളതും ഇൻഡിപെൻഡൻസിന് ശേഷമുള്ളതും ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഈ ഓരോ കമ്മീഷൻസും കമ്മിറ്റീസും റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ചിരുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അവരുടെ ശുപാർശകൾ എന്തൊക്കെയാണ്, ഈ രീതിയിലൊക്കെ ഒരു അവയർനെസ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഇസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948-49 കാലഘട്ടത്തിലാണ് ഈ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. ആൻഡ് ദിസ് കമ്മീഷൻ ഇസ് ഓൾസോ നോൺ ആസ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സോ നിങ്ങൾ ആ ഓപ്ഷൻസ് നോക്കിയാൽ, നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് നോക്കിയാൽ ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. അവിടെ ഓപ്ഷൻസിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ്. സോ ബേസിക്കലി ഈ ഓരോ, ഇപ്പം നിങ്ങൾ ഇവിടെ പറഞ്ഞ രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ കോത്തരി കമ്മീഷൻ, അതുപോലെ തന്നെ മുട്ടിലിയാർ കമ്മീഷൻ, ഇങ്ങനെ പല പേരുകൾ ഉണ്ടാവുമല്ലോ, പല കമ്മിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നെയിംസ് എന്താണെന്നും കൂടെ പഠിച്ചു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഈ ഒരു കമ്മീഷൻ ഹെഡ് ചെയ്തത് ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആ കമ്മീഷൻ അറിയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ ഓൾട്ടർനേറ്റീവ് നെയിംസും കൂടെ അറിയുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കാണാനായിട്ടും സാധിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സജഷൻ എന്തായിരുന്നു? ഇറ്റ് സജസ്റ്റഡ് the integration of secondary education and higher education by setting up of UGC in 1956. So UGC എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ UGCനെ രൂപം കൊള്ളുക എന്നുള്ളൊരു റെക്കമെൻഡേഷൻ ബേസിക്കലി നടത്തിയത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സജഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദ റെക്കമെൻഡേഷൻ ഫോർ UGC ആണ്. സോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഈ പേരും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ള പേര് ഓർക്കുക. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ
Education Commission എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് വന്നേ, the first education commission in independent India is, and we have the options: Secondary Education Commission, the Education Commission, University Education Commission, and finally National Knowledge Commission. So the right answer for this question is option C, that is University Education Commission. Moving to the next question. In order to transform the regulatory system of higher education, the NEP proposes to set up HECI, which is expanded as Higher Education Commission of India. Which of the following are verticals of HECI? So again, ഇത് NEP 2020 relate ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ HECI എന്ന് പറഞ്ഞാൽ എന്താണ്? HECIയുടെ ഫുൾ ഫോം നമ്മൾ ഓൾറെഡി ക്വസ്റ്റനിൽ തന്നെ കണ്ടു, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സോ ബേസിക്കലി എൻറ്റയർ ഹയർ എഡ്യൂക്കേഷനെ ഒരു കുടക്കീഴിൽ, ഒരു സിംഗിൾ അംബ്രല്ല ബോഡി ആക്കി മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറ്റ കുടക്കീഴിൽ എൻറ്റയർ ഈ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് NEP ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ HECI എന്ന് പറയുന്ന ഒരു സജഷൻ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ, in order to transform the regulatory system of higher education, അതായത് എൻറ്റയർ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് HECI അഥവാ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇറ്റ് എക്സ്ക്ലൂഡ്സ് മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ. മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ ഒഴികെ ബാക്കി എൻറ്റയർ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ ഒരു പെർട്ടിക്കുലർ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കമ്മീഷൻ അണ്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് HECI മുമ്പോട്ട് വെക്കുന്ന ആശയം. സോ ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പോൾ പബ്ലിക് സെക്ടർ ആയാലും പ്രൈവറ്റ് ആയാലും, അതായത് പബ്ലിക് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും പ്രൈവറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഇതിനൊക്കെ ഒരു സെയിം സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ നോംസ് ഉണ്ടാവുക. അത് എന്തിൻ്റെയൊക്കെ ബേസിലാണ്? റെഗുലേഷൻ്റെ കാര്യത്തിലായാലും സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യത്തിലായാലും അക്രഡിറ്റേഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഒരേ സെയിം സെറ്റ് ഓഫ് നോംസ് പബ്ലിക് ആസ് വെൽ ആസ് പ്രൈവറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. സോ നമുക്കറിയാം, ഒരു ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് പല മേഖലകളുണ്ട് അല്ലേ. അതായത് റെഗുലേഷനുണ്ട്, അക്രഡിറ്റേഷനുണ്ട്, അതുപോലെ തന്നെ ഫണ്ടിങ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ HECIയുടെ അണ്ടറിൽ തന്നെ 4 വേർട്ടിക്കൽസ് ആയിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുക. സോ ഇതിന് അണ്ടറിൽ ഈ ഓരോ കാര്യങ്ങളും, അതായത് റെഗുലേഷൻ, അതുപോലെ ഫണ്ടിങ്, ഈ രീതിയിൽ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ, ഈ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേക കൗൺസിലുകൾ ഈ HECIയുടെ അണ്ടറിൽ വരും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ഓർ NHERC ഫോർ റെഗുലേഷൻ. റെഗുലേഷന് വേണ്ടിയിട്ടുള്ള വേർട്ടിക്കൽ ഏതാണ്? നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. സ്റ്റാൻഡേർഡ് സെറ്റിംഗിനുള്ള കൗൺസിൽ ഏതാണ്? ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓർ GEC. Then we have another vertical for funding, that is Higher Education Grants Council, which is also known as HEGC. And finally accreditationുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൗൺസിൽ ഏതാണ്? that is National Accreditation Council NAC. So basically നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും ഇത് തന്നെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് HECIയുടെ അണ്ടറിൽ വരുന്ന ഈ 4 verticals ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. They are independent verticals that coming under this HECI. So HECIയുടെ അണ്ടറിൽ വരുന്ന ഈ പറയുന്ന വേർട്ടിക്കൽസിനകത്ത്, ഈ ഓപ്ഷൻസിനകത്ത് HECIയുടെ അണ്ടറിലുള്ള വേർട്ടിക്കൽസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. In order to transform the regulatory system of higher education, the NEP proposes to set up HECI or Higher Education Commission of India. Which of the following are verticals of HECI? So പഠിച്ചതിൻ്റെ ബേസിസിൽ, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൻ്റെ ബേസിസിൽ 4 എണ്ണമാണ് നമ്മളിവിടെ കണ്ടത്. NHERC, GEC, HEGC and finally NAC. അതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കാണാനായിട്ട് സാധിക്കുന്നത്? NHERC is option A, HEGC that is option C and finally NAC. So ACE ആണ് ഇതിന്റെ ആൻസർ. A, C and E only is option C. So the right answer for this question is obviously option C. Moving to the next question, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. സോ ഇതിനകത്ത് ലിസ്റ്റ് 1ൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില ബോഡീസ്, ചില കൗൺസിൽസിൻ്റെ ഒക്കെ പേര് തന്നിട്ടുണ്ട്. ആൻഡ് ലിസ്റ്റ് 2 ബേസിക്കലി അതിൻ്റെയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡെഫിനേഷനാണ് തന്നിരിക്കുന്നത്. സോ ഇതിനെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാം, അതാണ് ക്വസ്റ്റൻ. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ ലിസ്റ്റ് 1ൽ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻസിൻ്റെയും എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കിയാൽ തന്നെ ബേസിക്കലി നിങ്ങൾക്ക് ലിസ്റ്റ് 2വുമായിട്ട് അത് മാച്ച് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പാൻഷൻസ് നോക്കാം. NIEPA എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. Then we have NAC, NAAC. അതിൻ്റെ ഫുൾ ഫോം എന്താ? നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ
Council. So, this planning and administration are nammal parnu NIEPA is associated with planning and administration. അതിനുശേഷം അക്രഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് we have National Assessment and Accreditation Council. Then we have AICTE. AICTE full form എന്താ? All India Council for Technical Education. So that is a council related to technical education. And finally we have ICSSR. ICSSR എന്ന് പറഞ്ഞാൽ എന്താ? Indian Council of Social Science Research. So Indian Council of Social Science Research can be അതിനെ നമുക്ക് എന്താ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് എങ്ങനെയാ? ICSSR. സോ ഈ ഇത്രയും എക്സ്പാൻഷൻസ് അറിയാമെങ്കിൽ തന്നെ ഈ പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നോക്കിയേ. NIEPA ബേസിക്കലി എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, അതിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സോ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സോ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും? പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. റൈറ്റ്. So that is option 3. അപ്പം A എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. Then we have NAC അല്ലേ, അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? അക്രഡിറ്റേഷൻ, അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 4, അക്രഡിറ്റേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ 4. അപ്പം നമ്മൾ പറഞ്ഞ ഏതാ? A എന്ന് പറയുന്ന 3 ആണെന്ന് പറഞ്ഞു ആൻഡ് B is 4. അടുത്തത് AICTE എന്ന് പറഞ്ഞാൽ എന്താ? AICTE എന്നുള്ളത് അതിന്റെ ഫുൾ ഫോം എന്താ? ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സോ ബേസിക്കലി അത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ഏതാണ്? പ്രൊമോഷൻ ഓഫ് ക്വാളിറ്റി ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ആൻഡ് ഫൈനലി വി ഹാവ് ICSSR. ICSSR ബേസിക്കലി അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. ആൻഡ് ബേസിക്കലി അതിന്റെ ഉദ്ദേശം എന്താണ്? ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ്. അപ്പോൾ ബേസിക്കലി ക്വസ്റ്റിലൂടെ നമ്മൾ പഠിച്ച എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ ഓരോ നമ്മുടെ ഈ ഓപ്ഷൻ ലിസ്റ്റ് 1-ലുള്ള ഓരോ ഓപ്ഷൻസിൻ്റെയും എക്സ്പാൻഷൻസ് നമ്മൾ പഠിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ AICTE അതിൻ്റെ ഫുൾ ഫോം എന്താണ്? അല്ലെന്നുണ്ടെങ്കിൽ ICSSR എന്ന് പറയുന്നത് എന്താണ്? ആ രീതിയിൽ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ഒരു മാത്സ് ഫോളോയിങ്ങിലൂടെ ഈ ഓരോ ബോഡീസിൻ്റെയും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് അതെന്ത് തരത്തിലുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് ഹയർ എഡ്യൂക്കേഷനിലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ബോഡീസാണ് ഈ ലിസ്റ്റ് 1-ൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റിലൂടെ നമ്മൾ നോക്കിയത്. അപ്പം ഫുൾ ഫോംസ് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഈ ഓരോ കൗൺസിൽ അല്ലെങ്കിൽ ഓരോ കമ്മിറ്റീസ് അല്ലെങ്കിൽ ഓരോ ബോഡീസിൻ്റെ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതും നമ്മൾ കൃത്യമായി ഈ ക്വസ്റ്റിൻ്റെ മാത്സ് ഫോളോയിങ് ക്വസ്റ്റിനിലൂടെ നമ്മൾ പഠിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. NIEPA നമ്മൾ ഏതുമായിട്ടാണ് കണക്ട് ചെയ്തത്? ഓപ്ഷൻ 3, പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. Then we have NAC, that is accreditation of higher education institutions. AICTE stands for promotion of quality in technical education. And finally, ICSSR stands for to promote research in social sciences. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A3, B4, C1 and D2, that is option C. So the right answer for this question is option C itself.
to the next question. The key objective of RUSA is to improve, and you have the options access, equity, quality, infrastructure and curriculum. So basically നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന റൂസ അതുപോലുള്ള പല തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സും അതോടൊപ്പം തന്നെ ഈ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സും വളരെ പ്രാധാന്യമുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ ICT ഇൻ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ പല മൊഡ്യൂൾസിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ICTയുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ICT എന്ന് പറയുന്ന മൊഡ്യൂളും ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ എങ്ങനെയാണ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് ആ ആസ്പെക്റ്റിൽ അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹയർ എഡ്യൂക്കേഷനിലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ലേണിംഗ് ഇനിഷ്യേറ്റീവ്സ് പറഞ്ഞതുകൊണ്ട് അതിവിടെ ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. സോ ഇത്തരത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് ആണ് RUSA എന്ന് പറയുന്നത്. എല്ലാ തവണത്തെ എക്സാമിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു പെർട്ടിക്കുലർ ഇനിഷ്യേറ്റീവ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതിനു മുന്നും പലതവണ ചോദിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന RUSA എന്ന് നോക്കി അതിനുശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ ഇതിന്റെ ഫുൾ ഫോം എന്താ? രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്നുള്ളതാണ് RUSA എന്നതിന്റെ ഫുൾ ഫോം. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2013. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്, അതോർക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് പ്രധാനമായിട്ടും രൂപം കൊണ്ടിട്ടുള്ളത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു പ്രൊവൈഡ് സ്ട്രാറ്റജിക് ഫണ്ടിങ് ടു എലിജിബിൾ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്? സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2013 ഇത് നിലവിൽ വന്നത്. സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്ന കാര്യം എന്താ? To provide strategic funding to eligible state higher educational institutions. എലിജിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഇവർ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ? The funding to states would be made on the basis of critical appraisal of state higher education plans, which would describe each state's strategy to address issues of equity, access and excellence in higher education. So basically ഇവർ ഈ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉന്നമനത്തിന് ഈ ഫണ്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ബേസിക്കലി അവർ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഇക്വിറ്റി, ആക്സസ് ആൻഡ് എക്സലൻസ്. സോ ഈ 3 ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിലും ബേസിക്കലി ഇത് തന്നെ ചോദിച്ചിട്ടുള്ളൂ. ദ കീ ഒബ്ജക്റ്റീവ് ഓഫ് RUSA ഈസ് ടു ഇംപ്രൂവ് ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ് ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കരിക്കുലം. സോ ഈ ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ആക്സസ്, ഇക്വിറ്റി, പിന്നെ നമ്മൾ എക്സലൻസ് ആണ് പറഞ്ഞത്. അതിന് പകരം ഇവിടെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ടേം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യു ക്യാൻ പിക്ക് ദാറ്റ് ഓപ്ഷൻ ആസ് വെൽ. സോ ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, A, B, C ആണ് ഓപ്ഷൻ. So A, B and C only is option A. So the right answer for this question is obviously option A. Moving to the next question. നമുക്ക് ഒരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത്. സോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് 1 എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില കമ്മീഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ കമ്മീഷൻസ് ഹെഡ് ചെയ്ത ആളുകളുടെ പേരുകളാണ് ലിസ്റ്റ് 2 നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അല്ലേ? ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ പോയിന്റിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഡിഫറെൻറ്റ് കമ്മീഷൻസ് അല്ലെങ്കിൽ കമ്മിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പേരുകൾ പഠിക്കുക. അതോടൊപ്പം തന്നെ ഈ കമ്മീഷൻസ് ഒക്കെ ഹെഡ് ചെയ്തിട്ടുള്ള ആളുകളെ നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ പേരുകൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് പേരുകളായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടുന്നതും. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് 1 നമുക്ക് തന്നിരിക്കുന്ന കമ്മീഷൻസ് ഏതൊക്കെയാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, എഡ്യൂക്കേഷൻ കമ്മീഷൻ വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ആൻഡ് ഫൈനലി വി ഹാവ് നാഷണൽ നോളജ് കമ്മീഷൻ. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഓരോ പേരുകളുമായിട്ട് മാച്ച് ചെയ്യാം. സോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇതിനു മുമ്പ് ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടതാണ് അല്ലേ? ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആൻഡ് ദാറ്റ് വാസ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വിച്ച് ഇസ് ഓൾസോ നോൺ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് ഹെഡ് ചെയ്ത ആളാരായിരിക്കും? ഒബ്വിയസ്ലി ഡോക്ടർ രാധാകൃഷ്ണൻ. സോ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ 2. രണ്ടാമത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഹെഡ് ചെയ്തത് ആരാണ്? ദാറ്റ് ഇസ് ഡോക്ടർ L. മുതലിയാർ. സോ ബി ഇസ് ഓപ്ഷൻ 1.
C. Education Commission അല്ലെങ്കിൽ National Education Commission ആരാണ് ഹെഡ് ചെയ്തത്? Which is also known as Kothari Commission. So that can be associated with option 4, that is Dr. D.S. Kothari. And finally, you have National Knowledge Commission, which is also known as Sam Pitroda Commission. So obviously that is headed by Dr. Sam Pitroda. So അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും ഇതിനകത്ത്? A2, B1, C4, D3, that is option B. So the right answer for this question is obviously option B. Moving to the next question, again ഇത് National Education Policy 2020മായി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. So NEP 2020 proposes to establish NETF. So NEP 2020യുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ് ആണ് NETF എന്ന് പറയുന്നത്. So what are the stipulated functions of this body? So ഈ NETFന്റെ പ്രധാനപ്പെട്ട functions എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റൻ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. Articulate new directions for research and innovation in technology, provide a platform for free exchange of ideas and use of technology to understand learning, engage multilingual experts to help promotion of all Indian languages, advancing international research efforts to address global challenges in healthcare, agriculture and climate change using AI or artificial intelligence. And then we have the final option, that is build intellectual and institutional capacities in educational technology. So basically NETF എന്താണെന്ന് അറിയാമെങ്കിൽ ഈ ഓപ്ഷൻസിൽ നിന്ന് റൈറ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. സോ നമുക്ക് NETF എന്താണെന്ന് നോക്കാം. NETFന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം. നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം എന്നുള്ളതാണ് NETFന്റെ ഫുൾ ഫോം. സോ ബേസിക്കലി ഈ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ടീച്ചിങ്ങുമായിട്ട് അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് പല മേഖലകളുണ്ട്. വി ഹാവ് ലേണിംഗ്, അസസ്മെന്റ്, പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സോ ഈ മേഖലകളിലെല്ലാം എങ്ങനെയാണ് ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സോ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ബേസിക്കലി ഈ NETF പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഫോറം എന്നുള്ള ഫുൾ ഫോം ഓർത്തിരിക്കുക. ഉദ്ദേശം ഓൾറെഡി പറഞ്ഞു, ലേണിംഗ്, അസസ്മെന്റ്, പ്ലാനിംഗ്, അഡ്മിനിസ്ട്രേഷൻ. ഈ മേഖലകളിലെല്ലാം എങ്ങനെയാണ് ടെക്നോളജി കൃത്യമായി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക, അതാണ് ബേസിക്കലി NETFന്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആർട്ടിക്കുലേറ്റ് ന്യൂ ഡയറക്ഷൻസ് ഫോർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇൻ ടെക്നോളജി. ഒബ്വിയസ്ലി അതൊരു ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അടുത്തത്, പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് യൂസ് ഓഫ് ടെക്നോളജി ടു അണ്ടർസ്റ്റാൻഡ് ലേണിംഗ്. ഒബ്വിയസ്ലി നമ്മൾ ആ അതിൻ്റെ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ NETF എന്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇന്ന് മെൻഷൻ ചെയ്തിരുന്നതാണ്. അടുത്ത എന്താ? എൻഗേജ് മൾട്ടിലിംഗ്വൽ എക്സ്പേർട്സ് ടു ഹെൽപ്പ് പ്രൊമോഷൻ ഓഫ് ഓൾ ഇന്ത്യൻ ലാംഗ്വേജസ്. ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ മൾട്ടിലിംഗ്വൽ എക്സ്പേർട്സ് ഇതൊന്നുമായിട്ട് NETFന്റെ കണക്ഷൻസ് ഒന്നുമില്ല. സോ ആ ഓപ്ഷൻ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. Then, advancing international research efforts to address global challenges in healthcare, agriculture and climate change using AI. So, healthcare, agriculture, climate, ഇതൊന്നുമായിട്ടും NETF കണക്റ്റഡ് അല്ല. എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലെ ടെക്നോളജി യൂസ്, അതാണ് ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് ഫൈനലി, ബിൽഡ് ഇന്റലക്ച്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റീസ് ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി. അതൊരു ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ A-B-E ആണ് എൻ്റെ ആൻസർ. So A-B-E only is option B. So the right answer for this question is obviously option B. Moving to the next question, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അത് വാല്യൂ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാല്യൂ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിലും വാല്യൂ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ വാല്യൂ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വാല്യൂ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്റ്റേജസ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വാല്യൂ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെ, അതിൻ്റെ സീക്വൻസ് എന്താണ്, അതിൻ്റെ ഒരു ഓർഡർ എന്താണ്, അതാണ് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റേജും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാല്യൂ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണ്? വാല്യൂ കളക്ഷൻ, വാല്യൂ അസസ്മെൻറ്റ്, വാല്യൂ ക്ലാരിഫിക്കേഷൻ, വാല്യൂ കൺസോളിഡേഷൻ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് വേരിയസ് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ബേസിക്കലി ആദ്യത്തേത് എന്താണ്? വാല്യൂ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നോ
അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സിറ്റുവേഷനിലോ നമ്മളെക്കാളും അഡൽട്സ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, അക്വയർ ചെയ്യാണ്. ആളുകൾ ചെയ്യുന്ന കാര്യം കാണുന്നു, മനസ്സിലാക്കുന്നു, അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, അവരുടെ വാല്യൂസ്, അവർ ചെയ്യുന്ന ആക്ഷൻസ് ഒക്കെ കണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതിനെയാണ് വാല്യൂ കളക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ അക്വയർഡ് ഫ്രം ദി members of the community. So value collection can be associated with option 4. ഇനി സ്റ്റേജ് 2 എന്താണ്? വാല്യൂ അസസ്മെന്റ് ആണ്. വാല്യൂ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽപ്സ് ദി ഇൻഡിവിജ്വൽ ലേൺ ടു ചൂസ് ആൻഡ് ഇംബൈബ് ദ വാല്യൂസ് വൺ ചെറിഷസ്. അപ്പോൾ ആദ്യത്തെ ഫേസിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാണ് കാര്യങ്ങൾ, അങ്ങനെ ഒരാൾ കാണിക്കുന്നു, അത് നമ്മൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജ് വാല്യൂ അസസ്മെന്റ് ആണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ചില വാല്യൂസ്, നമ്മൾ ചെറിഷ് ചെയ്യുന്ന ചില വാല്യൂസിനെ നമ്മൾ ഇംബൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു. അതിനെ നമ്മൾ വാല്യൂ അസസ്മെന്റ് എന്ന് വിളിക്കുന്നു. ദെൻ വി ഹാവ് വാല്യൂ ക്ലാരിഫിക്കേഷൻ. വാല്യൂ ക്ലാരിഫിക്കേഷനിൽ എന്താ സംഭവിക്കുന്നത്? when there are gaps between practiced and preached values. So അതാണ് നമ്മുടെ അടുത്ത ഘട്ടം, അതായത് സ്റ്റേജ് 3 എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? മറ്റുള്ള വാല്യൂസിനോട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാല്യൂസിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആവുകയാണ്. അവരുടെ വാല്യൂ സിസ്റ്റം എന്താണ്, അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അവരുടെ വാല്യൂസ് എന്താണ്, ആ രീതിയിൽ നമ്മൾ മറ്റു വാല്യൂസിനോട് എക്സ്പോസ്ഡ് ആവാനായിട്ട് തുടങ്ങുന്നു. സോ വെൻ ദെയർ ആർ ഗ്യാപ്സ് ബിറ്റ്വീൻ പ്രാക്ടീസ്ഡ് ആൻഡ് പ്രീച്ച്ഡ് വാല്യൂസ്. ഇനി സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ എല്ലാം കൂടി ഒരു ആകത്തുക, ഒരു ഫൈനലായിട്ട് ഇതിനെല്ലാം ഈ ഒരു സ്റ്റെപ്പിലൂടെ ഒക്കെ കടന്നു പോയതിനു ശേഷം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ദാറ്റ് ഈസ് വാല്യൂ കൺസോളിഡേഷൻ. നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, വിച്ച് വിൽ ബി റിഫ്ലക്റ്റഡ് ത്രൂ അവർ ബിഹേവിയർ. സോ അതെന്തുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം? പ്രൊവൈഡ്സ് പ്രെഡിക്റ്റബിലിറ്റി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. സോ D is option 1. സോ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? A is 4, B is 3, C 2 and D 1. So that is option A. So the right answer for this question is obviously option A. അടുത്തൊരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു, വെരി ഈസി, വെരി ജനറൽ ക്വസ്റ്റൻ. ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ഇസ് സെലിബ്രേറ്റഡ് ഈച്ച് ഇയർ? സോ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേ ഏതാണെന്നായിരുന്നു ക്വസ്റ്റൻ. സോ ദാറ്റ് ഈസ് 11th of November. So that is option C. So the right answer for this question is option C itself. All right. അടുത്തത്, ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഇസ് ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂം. ദിസ് ഇസ് സ്റ്റേറ്റഡ് ഇൻ. സോ നമുക്കിവിടെ ഒരു ഫ്രേസ് തന്നിരിക്കുകയാണ്, ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഇസ് ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂം. ഇത് എവിടെയാണ് ഇത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് റിപ്പോർട്ടിലാണ് ഇത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് ഫൈനലി നാഷണൽ നോളജ് കമ്മീഷൻ. സോ ബേസിക്കലി ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഇസ് ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂം എന്നുള്ളത് കോത്തരി കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കോത്തരി കമ്മീഷന്റെ റിപ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് 1964. So the right answer for this question is option B. Moving to the next question, the new curricular and pedagogical structure of school education as proposed by NEP 2020 is, again, national education policy എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഈ സ്കൂൾ എഡ്യൂക്കേഷനിൽ പുതുതായിട്ട് പറഞ്ഞിരിക്കുന്ന കരിക്കുലം സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട്. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ്? 10+2 എന്ന് പറയുന്നൊരു അക്കാഡമിക് സ്ട്രക്ചറാണ് നമുക്കിപ്പോൾ കറൻ്റ്ലി ഉള്ളത്. NEP 2020 പ്രപ്പോസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ എങ്ങനെയാണ്? 5+3+4, 5+3+3+4. സോ 4 തലങ്ങൾ അല്ലെങ്കിൽ 4 ഘട്ടങ്ങൾ, സ്റ്റേജസ് ആണ് ഈ പറയുന്ന ന്യൂ അക്കാഡമിക് സ്ട്രക്ചറിലുള്ളത്. ഏതൊക്കെയാണ്? ഫൗണ്ടേഷണൽ സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് ആൻഡ് സെക്കൻഡറി സ്റ്റേജ്. ഈ ഓരോ സ്റ്റേജിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. സോ ഈ ക്വസ്റ്റിൽ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്ന എന്തായിരുന്നു? ജസ്റ്റ് ഈ ന്യൂ അക്കാഡമിക് സ്ട്രക്ചർ എന്താണ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക, അത് ആൻസർ ചെയ്യുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 5+3+3+4 എന്നുള്ളതാണ് ന്യൂ അക്കാഡമിക് സ്ട്രക്ചർ. 4 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 4 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ ആൻഡ് സെക്കൻഡറി. സോ ക്വസ്റ്റിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ഇത്ര ഐഡന്റിഫൈ ആയിട്ടുള്ളൂ, ആ ഒരു സ്ട്രക്ചർ ഐഡന്റിഫൈ, ദാറ്റ്സ് ഇറ്റ്. സോ 5+3+3+4 is option B. So the right answer for this question is obviously option B. Moving to the next question, the Indian Council of Social Science Research was established for. സോ നമ്മൾ ഓൾറെഡി ഈ ICSSRനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു മാസ്റ്റർ ഫോളോയിങ്ങിൽ കണ്ടിരുന്നു. സോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്താണ് ഈ ICSSR എന്നുള്ളത് നോക്കാം. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, സംസാരിച്ചിരുന്നു, എങ്കിലും വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് അത് നോക്കിയതിന് ശേഷം നമുക്ക് തിരിച്ച് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം.
സോ ICSSR അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് 1969 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഓൾറെഡി ആ ക്വസ്റ്റിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ് ഇൻ ദ കൺട്രി. സോഷ്യൽ സയൻസ് റിസർച്ചുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ രൂപം കൊണ്ടൊരു കൗൺസിലാണ്, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1969. സോ ICSSR ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ, സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലെങ്കിൽ സർവേ, പബ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഗ്രാൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ട് അവർ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് അതിലൂടെ സോഷ്യൽ സയൻസ് റിസർച്ചുകൾ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകളെ പ്രൊമോട്ട് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ICSSR എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന്റെ ഉദ്ദേശമായിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാലോ. സ്ട്രെങ്തനിങ് ഡിഫറെന്റ് ഡിസിപ്ലിൻസ്, പ്രൊമോട്ടിംഗ് റിസർച്ചസ് ഇൻ സോഷ്യൽ സയൻസ്, എൻഹാൻസിംഗ് ക്വാളിറ്റി ഓഫ് സോഷ്യൽ സയൻസ് ആസ് എ ഡിസിപ്ലിൻ, providing a platform for discussion on social scientist concerns, supporting seminars and conferences organized by universities. So specifically ഇതിന്റെ ഉദ്ദേശം എന്താണ്? സോഷ്യൽ സയൻസ് റിസർച്ചുകളെ പ്രൊമോട്ട് ചെയ്യുക, സോഷ്യൽ സയൻസ് ആസ് എ ഡിസിപ്ലിൻ അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ICSSRന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് റൈറ്റ് ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി, പ്രൊമോട്ടിംഗ് റിസർച്ചസ് ഇൻ സോഷ്യൽ സയൻസ്, ആൻഡ് ഓപ്ഷൻ സി, enhancing quality of social science as a discipline. So B and C are the answer. So B and C only is option B. So the right answer for this question is obviously option B. Moving to the next question, deemed to be university is established by, and we have the options: an act of the parliament, an act of the state legislative assembly, a notification of the central government on advice of the UGC, a notification of the UGC on the advice of the state government. So types of university is again a very important area in higher education. നമുക്ക് പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഈ രീതിയിൽ പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു അവയർനെസ് തീർച്ചയായിട്ടും ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിലവിൽ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കിയതിന് ശേഷം തിരിച്ച് ഈ ക്വസ്റ്റിലേക്ക് വരാം. സോ ഈ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി എന്ത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്? ദേ ആർ ബേസിക്കലി ഹൈ പെർഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ and it will be declared by the central government under section 3 of the UGC Act 1956. So UGC Act 1956 is very important when it comes to deemed to be university. So they are high performing institutions and they are declared as deemed to be universities by the central government. Central government ആണ് അങ്ങനെ ഈ deemed to be universities ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവരുടെ പെർഫോമൻസസിന്റെ ബേസിൽ ഡിക്ലെയർ ചെയ്യുക. പക്ഷേ അണ്ടർ സെക്ഷൻ 3 ഓഫ് ദ UGC Act 1956, അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? UGC റെക്കമെൻഡേഷനിലായിരിക്കും സെൻട്രൽ ഗവൺമെന്റ് ആ രീതിയിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസിനെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. സോ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ക്യാൻ ബി അപ്രൂവ്ഡ് ഓൺലി ബൈ ആൻ എക്സിക്യൂട്ടീവ് ഓർഡർ ആഫ്റ്റർ UGC റെക്കമെൻഡേഷൻ. സോ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് അപ്രൂവൽ ആൻഡ് ഇറ്റ് ഈസ് ആഫ്റ്റർ ദ UGC റെക്കമെൻഡേഷൻ. സോ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താ? അവർക്കൊരു യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പവേഴ്സും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റു കോളേജസിനെ അഫിലിയേറ്റ് ചെയ്യാനായിട്ടുള്ള പവർ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിക്ക് ഇല്ല. സോ നമ്മുടെ ക്വസ്റ്റൻ ഇതായിരുന്നു, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ, ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ്: an act of the parliament, an act of the state legislative assembly, a notification of the central government on advice of the UGC, a notification of the UGC on the advice of the state government. ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ദാറ്റ് ഇസ് ഓപ്ഷൻ സി, റൈറ്റ്. A notification of the central government on advice of the UGC. So that is option C. Moving to the next question, Inter-University Board set up in 1925 to promote university activities by sharing information and cooperation in the field of education, culture, sports and allied areas is now known as. So basically ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഈ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്താണ്, ഇതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം.
So Inter-University Board is now known as the Association of Indian Universities. Association of Indian Universities or AIU എന്നാണ് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് നിലവിൽ അറിയപ്പെടുന്നത്. സോ ഈ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് 1925 മാർച്ച് 23 ഒരു അപ്പെക്സ് ഇന്റർ യൂണിവേഴ്സിറ്റി ഓർഗനൈസേഷൻ ആയിട്ടാണ് രൂപം കൊള്ളുന്നത്. ഓക്കെ, പിന്നീട് it acquired a legal status with its registration as a society under the Societies Registration Act 1960 on September 29, 1967. So 1967 September 29 ഇതൊരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ആ സമയത്ത് ഇതിനെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി 1967 ഇവർ രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം 1973 ഇത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് റീനെയിം ചെയ്യുകയും ചെയ്തു. സോ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഓർക്കുക. ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് is basically formed as an apex inter-university organization on March 23, 1925, and later in 1967 it got the legal status with its registration as a society. Adinashesham 1973 it has renamed as Association of Indian University, AIU എന്നതിനെ റീനെയിം ചെയ്തു. സോ ബേസിക്കലി ഇതിനകത്ത് നമുക്കറിയാം പല തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഈ ഒരു അസോസിയേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒബ്വിയസ്ലി ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി നമ്മൾ ഓർക്കുന്നത് എന്തായിരിക്കും? അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി an അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റീസിന്റെ ഒരു അസോസിയേഷൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. എന്നാൽ ഇതിനകത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കൂടാതെ ചില അസോസിയേറ്റ് മെമ്പേഴ്സ് ഉണ്ട്. അതായത് in addition to Indian universities, 13 universities or institutions, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള 13 യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിന്റെ അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഈ യൂണിവേഴ്സിറ്റീസ് AIUവിന്റെ ഭാഗമായിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, റിപ്പബ്ലിക് ഓഫ് കസാഖിസ്ഥാൻ, മലേഷ്യ, മൗറീഷ്യസ്, നേപ്പാൾ, തായ്ലൻഡ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് യുണൈറ്റഡ് കിങ്ഡം. സോ ഈ കൺട്രീസ് എല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. AIUവിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ചോദിക്കാം. ഇതിനു മുമ്പ് അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുക, AIU എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും ഇൻക്ലൂഡഡ് ആണ്. അതോടൊപ്പം തന്നെ ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളിലെ ഏകദേശം 13ഓളം യൂണിവേഴ്സിറ്റീസ് ഇതിന്റെ അസോസിയേറ്റ് മെമ്പേഴ്സ് ആയിട്ടും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന്റെ currently അതിന്റെ പേരെന്താണ്? It is now known as Association of Indian Universities or AIU. So the right answer for this question is obviously option A. Moving to the next question, who chaired the first committee constituted by the Government of India on women's education after ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസിന് ശേഷം, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഇൻഡിപെൻഡൻസിന് മുമ്പ്, ഇൻഡിപെൻഡൻസിന് ശേഷം ആ രീതിയിൽ എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കമ്മീഷൻസ്, കമ്മിറ്റീസ്, അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ അതിനെ പഠിച്ചു വയ്ക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താ പറയുക, ഈ പറയുന്ന വിമൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്മിറ്റി ഏതാണ്? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആദ്യമായിട്ട് വന്നിട്ടുള്ള വിമൻസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റി ഏതാണ്? That is basically the National Committee on Women's Education, and it was chaired or headed by Dr. Durga Bhai Deshmukh. Dr. Durga Bhai Deshmukh ചെയർ ചെയ്തിരുന്ന ഒരു കമ്മിറ്റിയാണ് ഇൻഡിപെൻഡൻസിന് ശേഷം വിമൻസ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി നാഷണൽ കമ്മിറ്റി ഓൺ വിമൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ പേര് ഓർക്കുക, ആ കമ്മിറ്റിയുടെ പേരും ഓർക്കുക. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ബി. Moving to the next question, SWAYAM is initiated by Government of India with an objective to. So SWAYAM എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും. ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുകയും വളരെ കൂടുതൽ നിങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിരിക്കും SWAYAM എന്ന് പറയുന്നത്. സോ SWAYAത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ഈ SWAYAM നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ച് ഈ ക്വസ്റ്റിനിലേക്ക് വരാം. സോ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ എക്സ്പാൻഷൻ എന്താണ്, ഇതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ്. ദാറ്റ് ഇസ് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. സോ ബേസിക്കലി SWAYAM എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ഇറ്റ് ഈസ് ബേസിക്കലി an Indian MOOC. സോ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യം എന്താ? MHRD ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു SWAYAM എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ബേസിക്കലി
initiated to give a coordinated stage and free entry to web courses covering all advanced education, high school and skills sector courses. So basically ഈ സ്വയത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോഴ്സസ്, ഓൺലൈൻ കോഴ്സസ് കുട്ടികൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നുണ്ട്. ഹൈസ്കൂൾ തുടങ്ങി PG ലെവൽ വരെ, ഏകദേശം 9ാം ക്ലാസ് തുടങ്ങി PG ലെവൽ വരെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് ഈ ഒരു സ്വയം എന്ന പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് ആരൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്? MHRD, AICTE with the help of Microsoft. ആ രീതിയിൽ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കോർഡിനേറ്റഡ് വർക്കായിട്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാം ഒരു കോർപ്പറേഷനിൽ വന്നിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഫ്രീ ആക്സസ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറഞ്ഞത്. ഫ്രീ ആക്സസ് ടു എവ്രി വൺ ആൻഡ് ഇറ്റ് ഹോസ്റ്റ് കോഴ്സസ് ഫ്രം ക്ലാസ് 9 till പോസ്റ്റ് ഗ്രാജുവേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ, ക്ലാസ് 9 തുടങ്ങി പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ചെയ്യാൻ സാധിക്കുന്ന കോഴ്സസ് ഫ്രീ ആയിട്ട് ആക്സസ് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് സ്വയത്തിൽ നമുക്ക് അവൈലബിൾ ആക്കുക. സോ ഇതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോണ്ടന്റുകൾ വളരെ ക്വാളിറ്റി ഉള്ള കോണ്ടന്റുകളാണ്. കാരണം എന്താണ്? ഇറ്റ് എനേബിൾസ് പ്രൊഫസേഴ്സ് ആൻഡ് ഫാക്കൽറ്റി ഓഫ് സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് IITs, IIMs, etc. to teach സ്റ്റുഡൻസ്. സോ നമ്മുടെ രാജ്യത്തെ തന്നെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ ആ രീതിയിലുള്ള അവസരങ്ങളും അതിനുള്ള സാധ്യതകളും ഈ പ്ലാറ്റ്ഫോം കുട്ടികൾക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി സ്വയത്തിൽ നമുക്ക് പല രീതികളിലാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് 4 തലങ്ങളിൽ അല്ലെങ്കിൽ 4 രീതികളിലാണ് സ്വയത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവിടുത്തെ കോണ്ടന്റുകൾ ലഭ്യമാകുക. ഒന്ന് വീഡിയോ ലെക്ചേഴ്സ് ആണ്. രണ്ടെന്ന് പറയുന്നത് എന്താ? സ്പെഷ്യലി പ്രിപ്പയർഡ് റീഡിംഗ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് ഓർ പ്രിന്റഡ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന റീഡിംഗ് മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും. സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകളുണ്ട്. ടെസ്റ്റുകളും ക്വിസസും ഒക്കെ വഴി നമുക്ക് അസസ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഓൺലൈൻ ഡിസ്കഷൻ ഫോറവും സ്വയം പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികൾക്ക് വേണ്ടി ലഭിക്കുന്നു. അതായത് ഈ ഓൺലൈൻ കോഴ്സുകൾ ഈ 4 തലങ്ങളിൽ അല്ലെങ്കിൽ 4 രീതികളിലായിരിക്കും കുട്ടികളിലേക്ക് സ്വയം അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ എത്തിക്കാം. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, കൃത്യമായി ഇതിൻ്റെ ഈ ഒരു സ്വയത്തിൻ്റെ കോഴ്സുകളുടെ ക്വാളിറ്റി അനാലിസിസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ടും അവർക്ക് നാഷണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. 9 നാഷണൽ കോർഡിനേറ്റേഴ്സിനെ സ്വയം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇൻ ഓർഡർ ടു എൻഷുർ ദ ബെസ്റ്റ് ക്വാളിറ്റി കോണ്ടന്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡെലിവേർഡ്. സോ അത്രയും അത്രയും ഓർഡർലി ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? സ്വയം ഇസ് ഇനീഷ്യേറ്റഡ് ബൈ Government of India with an objective to ensure best quality content produced and delivered, provide quality materials with nominal cost, teach all classes from class 9 to PG, assess students continuously and grant degrees, and finally access by anyone, anywhere, at any time. So നമ്മൾ ഇത്രയും നേരം സ്വയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ എടുക്കാം അല്ലേ, എൻഷുർ ബെസ്റ്റ് ക്വാളിറ്റി കോണ്ടന്റ് പ്രൊഡ്യൂസ് ആൻഡ് ഡെലിവേർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നാഷണൽ കോർഡിനേറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് ഇൻ ഓർഡർ ടു ചെക്ക് വെദർ ദേ ആർ പ്രൊവൈഡിങ് ക്വാളിറ്റി കോണ്ടന്റ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡെലിവർ ചെയ്യുന്നതും ക്വാളിറ്റി കോണ്ടന്റ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ നാഷണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് ഇസ് ട്രൂ. അടുത്തത് ടീച്ച് ഓൾ ക്ലാസ്സസ് ഫ്രം ക്ലാസ് 9 ടു PG. 9 മുതൽ PG വരെ, ക്ലാസ് 9 ടു പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ആ ഓപ്ഷൻ നമുക്ക് എടുക്കാം. ആൻഡ് ദിസ് വൺ ഓൾസോ, ഓപ്ഷൻ ഇ, ആക്സസ് ബൈ എനിവൺ, എനിവെയർ, അറ്റ് എനി ടൈം. സോ ഫ്രീ ആയിട്ട് ആർക്കും എവിടെ വെച്ചും എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് സ്വയം അവർ ചെയ്തിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് ഓപ്ഷൻസ്? A, C and D. A, C and E only is option B. So the right answer for this question is option B itself. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. ലിസ്റ്റ് 1-ൽ നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില കമ്മീഷൻ, ചില പോളിസീസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 2-ൽ അതിൻ്റെ ഇയേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഓരോ ലിസ്റ്റ് 1-ൽ കൊടുത്തിരിക്കുന്ന കമ്മീഷൻസ് അല്ലെങ്കിൽ പോളിസീസ് ഏത് വർഷമാണ് വന്നിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ, ഓപ്ഷൻ എ എന്ന് പറഞ്ഞതാണ് എഡ്യൂക്കേഷൻ കമ്മീഷൻ. എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഏത് കമ്മീഷനാണ് ഉദ്ദേശിക്കുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓർ കോത്തരി കമ്മീഷൻ. സോ കോത്തരി കമ്മീഷൻ വന്ന ഇയർ ഏതാണ്? ദാറ്റ് ഇസ് 1964-66. 1964-66-ലാണ് കോത്തരി കമ്മീഷൻ നിലവിൽ വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. സോ എ എന്ന് പറയുന്ന 2 ആണ് നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തു. ദെൻ വി ഹാവ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ.
സോ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 3 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് ആണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വാസ് ഇൻ 1968. രണ്ടാമത്തെ എപ്പോഴായിരുന്നു? 1986. അത് പിന്നീട് 92-ൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് എഗെയിൻ നമ്മുടെ തേർഡ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് 2020-ൽ വന്നിരിക്കുന്നത്. അപ്പോൾ 3 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസും അതിൻ്റെ ഇയേഴ്സും ഓർക്കുക. ഫസ്റ്റ് വൺ വാസ് ഇൻ 1968, സെക്കൻഡ് വൺ വാസ് ഇൻ 1986. ആ 1986-ലെ വീണ്ടും 92-ൽ റിവ്യൂ ചെയ്തു. അതിനുശേഷം ഇന്ത്യയുടെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസിയാണ് 2020-ൽ വന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് 1986 അല്ലെ, രണ്ടാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. സോ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. അപ്പം ബി എന്ന് പറയുന്നത് 3 ആണ്. സോ എ 2, ബി 3. അടുത്തത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇസ് ഓൾസോ നോൺ ആസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി ചില ക്വസ്റ്റ്യൻസിൽ കണ്ടു. സോ അങ്ങനെയാണെങ്കിൽ ഏതാണ്? 1948-49, റൈറ്റ്? So University Education Commission is option 4, 1948-49. And finally National Knowledge Commission. National Knowledge Commission എന്ന് പറയുന്ന ഏത് കമ്മീഷനാണ്? സാം പിട്രോഡ കമ്മീഷൻ. സോ 2005-2009 കാലഘട്ടത്തിലാണ് ഈ കമ്മീഷൻ ഉണ്ടായിരുന്നത്. സോ 2009 ആണ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷനായി നമുക്ക് 2009 എടുക്കാം. സോ ഡി എന്ന് പറയുന്നത് 1 ആണ്. സോ അങ്ങനെയാണെങ്കിൽ A2, B3, C4, D1, that is option D. So the right answer for this question is option D itself. Moving to the next question. The statutory body responsible for maintaining quality and standard of teacher education in the country is. അപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി അതുപോലെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏത് സ്റ്റാറ്റുട്ടറി ബോഡിക്കാണുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. വി ഹാവ് വേരിയസ് ഓപ്ഷൻസ് ഗിവൻ ഹിയർ: AICTE, NCTE, then we have NCRT and finally UGC. So basically teacher education related ആയിട്ടുള്ള statutory body എന്ന് പറയുന്നത് ഏതാണ്? That is National Council for Teacher Education, or you can call it as NCTE. Okay, so the National Council for Teacher Education in its previous status since 1973 was an advisory body for the central and state governments in all matters pertaining to teacher education, with its secretariat in the Department of Teacher Education of the National Council of Educational Research and Training, NCRT. So basically it is an advisory body ആയിട്ടാണ് വന്നിരുന്നത്, and it was established in 1973. So it was basically a council in order to advise the governments education related ആയിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അഡ്വൈസ് കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഇത് ആദ്യം രൂപം കൊണ്ടത്. So that is about National Council for Teacher Education, and later in 1995 it became a statutory body. So basically നമ്മൾ പറഞ്ഞു ഇത്രേ ഉള്ളൂ. 1973-ൽ ഇതൊരു അഡ്വൈസറി ബോഡി ആയി, അതായത് സ്റ്റേറ്റ് ആസ് വെൽ ആസ് സെൻട്രൽ ഗവൺമെന്റ്സിന് ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അഡ്വൈസസ് കൊടുക്കുന്ന ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് ഇത് ആദ്യം രൂപം കൊണ്ടു. അതിനുശേഷം 17th August 1995-ൽ അതൊരു സ്റ്റാറ്റുട്ടറി ബോഡിയായി മാറി. സോ കറന്റ്ലി ഈ ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള സ്റ്റാറ്റുട്ടറി ബോഡി ആയിട്ട് നിലവിൽ നിൽക്കുന്ന ആരാണ്? ദാറ്റ് ഇസ് NCTE, or you can call it as the National Council for Teacher Education. So the right answer for this question is option B. Moving to the next question, the oldest university in India was. സോ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ഓൾറെഡി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ട് അംഗീകരിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന ക്വസ്റ്റ്യൻ നോക്കിയ സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു, തക്ഷശില ആസ് വെൽ ആസ് നളന്ദ. അപ്പോൾ അതിനകത്ത് തക്ഷശിലയെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നതാണ്, ഇറ്റ് ഈസ് നോൺ ആസ് ദി ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ്. ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏൻഷ്യൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും ക്ലാസ്സസും ഒക്കെ നമ്മളുടെ ആപ്പിൾ ബിയുടെ LMS-ലും നമ്മുടെ നോട്ട്സിലും നമ്മുടെ പേപ്പർ 1-ന്റെ ബുക്കിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എനിവേ ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, തക്ഷശില. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choice-based credit system of index graduate level includes, and we have the options core course, elective course, ability enhancement course, environment education course, and English communication course. So basically ഈ പറയുന്ന ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന്
ഹയർ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഇഷ്ടേ ഉള്ളൂ, അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സോ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് ഇൻഡെക്സ് ഗ്രാജുവേറ്റ് ലെവൽ ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? കോർ കോഴ്സ്, ഇലക്ടീവ് കോഴ്സ് ആസ് വെൽ ആസ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്. ഈ മൂന്നെണ്ണമാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന കോഴ്സസ്. സോ എ ബി സി ആണ് ഇതിന്റെ ആൻസർ. സോ എ ബി ആൻഡ് സി only is option A. So the right answer for this question is option A itself. Moving to the next question, arrange the following in chronological order of their occurrence. And we have various commissions given here as well. So ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻസ് കമ്മിറ്റീസ് പഠിക്കുന്ന സമയത്ത് ആ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിക്കാം. സോ ഓരോ കമ്മീഷൻസ് എടുത്തിട്ട് അത് ഏത് വർഷമാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അതിനുശേഷം അതിനെ കൃത്യമായിട്ട് ആ ക്രൊണോളജിക്കൽ ഓർഡറിൽ ഒന്ന് ചാർട്ട് ചെയ്യാം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് കമ്മീഷൻസ് അത് വന്നിട്ടുള്ള ഇയർ ഏതാണെന്നുള്ളത് കൃത്യമായ ക്രൊണോളജിക്കൽ ഓർഡറിൽ ഒന്ന് നോക്കാം. ഫസ്റ്റ് we have Macaulay's Minute 1835, Wood's Dispatch in 1854, Sattler Commission in 1917, Hartow Commission in 1929, then finally we have Surgeon Plan in 1944. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് എന്താണ്? CE, then we have B, A and finally D. So CE, B, A, D is option B. So the right answer for this question is option B itself. Moving to the next question, UGC is established for. So ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നിന്ന് തന്നെ UGCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Promoting research and innovations in higher education in the country, coordination, determination and maintenance of standards of university education, increasing access to higher education in the country, disbursing grants to the universities and colleges, serving as a vital link between the union and state governments and institutions of higher learning. So നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് UGCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ബി ഉണ്ട് അല്ലേ, കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. UGC എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോയിന്റും അത് തന്നെയാണ് അല്ലേ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ്സ് കീപ്പപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് UGCയുടെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്പേഴ്സിങ് ഗ്രാൻഡ്സ് ടു യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് അല്ലെ, UGCയുടെ ഗ്രാൻറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക for the betterment of different universities as well as colleges. And finally we have serving as a vital link between the union as well as state governments and institutions of higher learning. So coordination adum idinte pradhanapetta or aspect thanneയാണ്. In that respect we can take B, E and D. So B, E and B, D and E. So B, D and E എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ്. So the right answer for this question is option D itself. Moving to the next question, as a result of Wood's Dispatch, which of the following universities were established in 1857? So നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ വുഡ്സ് ഡിസ്പാച്ച് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഇയർ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തതാണ്. സോ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് 1857 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന് ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പല തവണ ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും പല എക്സാമുകൾ പ്രീവിയസ് ഇയറിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വുഡ്സ് ഡിസ്പാച്ച് എന്താണെന്ന് നോക്കാം. അതിനുശേഷം അതിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വുഡ് ഡിസ്പാച്ച് എന്നാണ് വന്നത്? 1854 വുഡ്സ് ഡിസ്പാച്ച് നിലവിൽ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ മാഗ്ന കാർട്ട എന്നുള്ള പേരിലാണ് വുഡ്സ് ഡിസ്പാച്ച് അറിയപ്പെടുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസ് ആണ്, അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ആൻഡ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ്? മദ്രാസ്, കൽക്കട്ട ആൻഡ് ബോംബെ. അതായത് 3 യൂണിവേഴ്സിറ്റീസ് അറ്റ് മദ്രാസ്, കൽക്കട്ട ആൻഡ് ബോംബെ 1857 ഈ 3 സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 പോയിന്റ്സ് ആണ് വുഡ്സ് ഡിസ്പാച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1854. ഇതിന് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളത് കണ്ടിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. And also it recommended setting up of 3 universities as Madras,
Calcutta and Bombay in 1857. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഈ പറയുന്ന വുഡ്സ് ഡിസ്പാച്ചിന്റെ ഭാഗമായി 1857 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് ഏതാണ്, അല്ലെങ്കിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? That is option A, Calcutta, Bombay and Madras. So the right answer for this question is option A itself. Moving to the next question, UGC was established on the recommendation of. So basically ഈ ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ, UGC ആരുടെ അല്ലെങ്കിൽ ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷനിലാണ് വന്നിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വിച്ച് വാസ് ഹെഡഡ് ബൈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് UGC റെക്കമെൻഡ് ചെയ്തത്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിരുന്നു. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ എ. അടുത്തൊരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓപ്പൺ ലേണിംഗ് ഡിനോട്ട്സ്. ഓപ്പൺ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ടൈപ്സ് ഓഫ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹയർ എഡ്യൂക്കേഷനിൽ. വി ഹാവ് ദിസ് ഓറിയന്റൽ ലേണിംഗ്, പിന്നെ ഓപ്പൺ ലേണിംഗ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ലേണിംഗ് ഉണ്ട്, ടെക്നിക്കൽ ലേണിംഗ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ പല രീതിയിലുള്ള ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്. അതിനെക്കുറിച്ചും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഓപ്പൺ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഈ ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓപ്ഷൻസ് നോക്കൂ: ഫ്ലെക്സിബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് സ്പേസ്, ലേണിംഗ് ഇൻ ഓപ്പൺ സ്പേസ്, ലേണിംഗ് വിത്തൗട്ട് എനി ഫോർമൽ ക്വാളിഫിക്കേഷൻ, flexibility with respect to evaluation, learning free of cost. So basically open learning കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? സ്പേസ് ആൻഡ് ടൈമിലുള്ള ഫ്ലെക്സിബിലിറ്റി ആസ് വെൽ ആസ് ഇവാലുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി. സോ ഫ്ലെക്സിബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് സ്പേസ്, ഫ്ലെക്സിബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ഇവാലുവേഷൻ. സോ എ ആൻഡ് ഡി ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സോ എ ആൻഡ് ഡി only is option C. So the right answer for this question is option C itself. Moving to the next question, who among the following has the regulatory authority to grant recognition to open distance education courses? So open distance education courses ഉമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട regulatory authority ആരാണെന്നുള്ളതാണ് question. So that is option D, DEB ആണ്. അപ്പോൾ DEB എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതെങ്ങനെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് തിരിച്ച് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ DEB എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്നുള്ളതാണ് ഇതിൻ്റെ full form, and this distance education bureau is a bureau of the University Grants Commission or UGC, which is based in New Delhi, India, in charge of regulating distance education in India. So distance education, ഇന്ത്യയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന UGCയുടെ അണ്ടറിലുള്ള ഒരു ബ്യൂറോ ആണ് DEB അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്ന് പറയുന്നത്. And it was established in 2012, replacing the Distance Education Council or DEC, an organization that was responsible for open learning and distance education since 1985. So 1985 DEC അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപം കൊണ്ടു. ആ ഒരു പെർട്ടിക്കുലർ കൗൺസിലിനായിരുന്നു, ആ ഓർഗനൈസേഷൻ ആയിരുന്നു ബേസിക്കലി ഈ ഡിസ്റ്റൻസ് ആൻഡ് ഓപ്പൺ ലേണിംഗ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നത് ഫ്രം 1985. പക്ഷെ ലേറ്റർ ഇൻ 2012 ആയപ്പോഴേക്കും ഈ DEC അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അഥവാ DEB നിലവിൽ വരുന്നത്. സോ കറന്റ്ലി ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഇസ് DEB അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ആണ്. സോ DEB is option D. So the right answer for this question is obviously option D. സോ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ടെസ്റ്റ് പേപ്പർ സീരീസിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. സോ അഗെയിൻ ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The NEP 2020 recommends that the duration of the B.Ed program will be of. So NEP 2020 പ്രകാരം B.Ed പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ എത്ര കാലമാണ്, എത്ര വർഷത്തെ കോഴ്സുകളായിട്ടാണ് B.Ed പ്രോഗ്രാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഓപ്ഷൻസിൽ നിങ്ങൾക്ക് 1 year, 2 years, 3 years, 4 years, 5 years 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബേസിക്കലി NEP 2020 പ്രകാരം 3 സാധ്യതകളാണ് B.Ed പ്രോഗ്രാമുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ 3 സാധ്യതകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ 2030 ആകുമ്പോഴേക്കും ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറാനായിട്ട് പോവാണ്? 4 year ഇൻറ്റഗ്രേറ്റഡ് B.Ed ഡിഗ്രി. അപ്പോൾ അതാണ് ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത്. 4 year ഇൻറ്റഗ്രേറ്റഡ് B.Ed ഡിഗ്രി ആയിട്ട് നമുക്ക്
B.Ed ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ യൂഷ്വൽ കേസിലെ പോലെ തന്നെ തിയറി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടീസ് സ്കൂളുകളിൽ പോയിട്ട് പഠിപ്പിക്കുന്ന ടീച്ചിങ് പ്രാക്ടീസുകളും അതിൻ്റെ ഭാഗമായിട്ട് വരും. സോ അതാണ് ഒന്നാമത്തെ സാധ്യത, 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് B.Ed ഡിഗ്രി ആയിട്ട് ചെയ്യാം. രണ്ടാമത്തെ സാധ്യത എന്താണ്? 2 ഇയർ B.Ed പ്രോഗ്രാംസ് അവൈലബിൾ ആവും. ആർക്കാണ് ഈ 2 ഇയർ B.Ed പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ഈ പറയുന്ന 2 ഇയർ B.Ed പ്രോഗ്രാംസ് ഓഫർ ചെയ്യുക. ഈ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് B.Ed ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ബേസിക്കലി ഈ പറയുന്ന 2 ഇയർ B.Ed പ്രോഗ്രാംസും ഓഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ആർക്കാണിത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അതർ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട്സ്. ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് 2 വർഷത്തെ പ്രോഗ്രാമായിട്ട് B.Ed ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള B.Ed പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതാണ് ഒരു സാധ്യത. ഇനി ഒരു സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ 2 വർഷത്തെ B.Ed പ്രോഗ്രാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, ഒരു സാധ്യത കൂടി ഇവർ പറയുന്നുണ്ട്. അതെന്താണ്? 1 വർഷത്തെ B.Ed പ്രോഗ്രാം. ഇതാർക്കാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഈ 4 ഇയർ മൾട്ടി ഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഉള്ള ആളുകൾക്ക് 1 വർഷത്തെ പ്രോഗ്രാമായിട്ട് B.Ed ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിനകത്തൊക്കെ ഓർക്കേണ്ട കാര്യം എന്താ? ഈ പറയുന്ന എല്ലാ സാധ്യതകളും, ഈ 3 സാധ്യതകൾ പറയുന്നുണ്ട്. 3 തരത്തിൽ നമുക്ക് B.Ed പ്രോഗ്രാംസ് അവൈലബിൾ ആവുമെന്ന് NEP 2020 പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഓഫർ ചെയ്യുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും? മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആക്ച്വലി ഓഫേഴ്സ് 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് B.Ed പ്രോഗ്രാം. 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് B.Ed പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ തുടർന്ന് B.Ed പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞൊരു ക്ലോസും NEP 2020 നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ? 3 സാധ്യതകളാണ് B.Edുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ സാധ്യത 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് B.Ed ഡിഗ്രി ആയിട്ട് ചെയ്യാം. രണ്ടാമത്തെ സാധ്യത ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് 2 വർഷത്തെ B.Ed പ്രോഗ്രാം ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് 1 വർഷം ഈ പറയുന്ന 1 വർഷത്തെ B.Ed പ്രോഗ്രാമായിട്ട് ചെയ്യാനും സാധിക്കും. പക്ഷെ അത് ആർക്കാണ് എലിജിബിലിറ്റി ഉള്ളത്? 4 ഇയർ മൾട്ടി ഡിസിപ്ലിനറി ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? 1 വർഷത്തെ കോഴ്സായിട്ടും B.Ed ചെയ്യാനായിട്ട് സാധിക്കും. സോ 4 ഇയേഴ്സ് 2 years and 1 year. ഇതാണ് 3 സാധ്യതകൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നേ. The NEP 2020 recommends that the duration of the B.Ed program will be off. സോ ഏതൊക്കെയാ ഓപ്ഷൻസിനകത്ത് നിങ്ങൾ ഏതൊക്കെ പിക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത്? 1 ഇയർ നമുക്ക് എടുക്കാം, 2 ഇയേഴ്സിന്റെ സാധ്യത നമ്മൾ പറഞ്ഞു, ആൻഡ് ഓൾസോ 4 ഇയേഴ്സിന്റെ ഇന്റഗ്രേറ്റഡ് B.Ed ഡിഗ്രി ഉണ്ട്. സോ A, B, D ആണ് ഇതിന്റെ ആൻസർ. So A, B and D only is option B. So the right answer for this question is option B itself. സോ ഈ വീഡിയോയിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന മൊഡ്യൂളിന് വേണ്ടി തയ്യാറാക്കിയ ടെസ്റ്റ് പേപ്പറിൻ്റെ വീഡിയോ എക്സ്പ്ലനേഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു LMSൽ ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണ്ടി ഹയർ എഡ്യൂക്കേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. സോ അതിലെ 30 ക്വസ്റ്റ്യൻസിൻ്റെയും എക്സ്പ്ലനേഷൻ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സീരീസ് അല്ലെങ്കിൽ ഈ ഒരു മോഡൽ എക്സാം സീരീസിന് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ഒരു എക്സാമിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് വളരെയധികം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ എക്സാം സോഫ്റ്റ്വെയറിനോട് സിമിലർ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറിൽ എക്സാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നത് മാത്രമല്ല, കൃത്യമായി ആ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന ആ ടെസ്റ്റ് പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻസിലൂടെ കൃത്യമായി ഓരോ മൊഡ്യൂൾസിൻ്റെയും പ്രധാനപ്പെട്ട പോയിന്റ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയാസ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതും ഈ സീരീസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെറിറ്റാണ്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താം. ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മിസ് ഔട്ട് ആവുന്നത്, ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ഒരു അനാലിസിസ് നടത്താനും ആ രീതിയിൽ പ്രിപ്പറേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാനും തീർച്ചയായിട്ടും ഈ സീരീസ് ശരിയായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. സോ ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്തത്. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മൊഡ്യൂളിൻ്റെ ടെസ്റ്റ് പേപ്പർ എക്സ്പ്ലനേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുക. സോ ആ ഒരു വീഡിയോ സെഷന് മുമ്പ് തന്നെ അതിൻ്റെ ടെസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് LMS പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആകും. സോ ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്തതിന് ശേഷം വീഡിയോ എക്സ്പ്ലനേഷനിലേക്ക് നിങ്ങൾ വരിക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.